ആർക്കാണ് മേൽക്കൈ എന്ന് കൂടെ പറയും. നമുക്ക് നേരെ കൊച്ചിയിലേക്ക് പോകാം. സിബി ജോസഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിബി, ഗുഡ് മോർണിംഗ്. അങ്ങനെ മധ്യ കേരളത്തിലും ഇങ്ങനെ വലിയ തരത്തിലുള്ള വാർത്തകളും പ്രചാരണങ്ങളും ഒക്കെയായി നിറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രചാരണത്തിന്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് ജിൽസി. എന്തായാലും മധ്യകേരളത്തിലും വലിയ ഉത്സവ ലഹരിയിൽ തന്നെയാണ് കഴിഞ്ഞ 2-3 ആഴ്ചയായി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു പ്രചരണം എന്ന് പറയുന്നത്. അവരുടെ അവസാന ലാപ്പിലേക്ക് നീങ്ങിയാണ്. ഇനിയിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വേണ്ടി വെറും 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാൻ പോകുന്നു. ഏതായാലും മധ്യകേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ദേശീയ നേതാക്കളെ കൊണ്ട് നിറയുകയാണ്. ദേശീയ നേതാക്കൾ എത്തുകയാണ്. ഇന്നും രാഹുൽ ഗാന്ധി തൃശ്ശൂരിൽ 2 ഇടങ്ങളിൽ പ്രചരണത്തിലുണ്ട്. അതുകൂടാതെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ ഇന്നിപ്പോൾ കൊച്ചിയിൽ 3-4 മണ്ഡലങ്ങളിൽ ഇന്നിപ്പോൾ പ്രചരണത്തിനിറങ്ങുന്നു. അതുകൂടാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നിപ്പോൾ കുന്നത്തുനാടിൽ തൃക്കാക്കരയിൽ അഖിൽമാരാർക്ക് വേണ്ടി വരുന്നു. അങ്ങനെ നിരവധി നേതാക്കന്മാർ, ദേശീയ നേതാക്കളൊക്കെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ദേശീയ നേതാക്കൾ എത്തുന്നു. രാവിലെ RSSന്റെ നേതാവായ മോഹൻ ഭാഗവത് ഇന്നിപ്പോൾ രാവിലെ ഉണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തിയതല്ല, അദ്ദേഹം മറ്റൊരു ബാലഗോകുലം പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം എത്തിയതാണ്. സ്വാഭാവികമായും രാഷ്ട്രീയമായ രീതിയിലുള്ള പ്രചാരണങ്ങളും രാഷ്ട്രീയമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വലിയ ഒരു ഉത്സവ ലഹരിയിൽ തന്നെയാണ് മധ്യകേരളം. മധ്യകേരളം സംബന്ധിച്ച് UDFന് ഏറ്റവും വലിയ ട്രെൻഡ് നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 5 മണ്ഡലം LDFനായിരുന്നു. എറണാകുളത്ത് ഒരു 5 സീറ്റുകളൊക്കെ LDFന് ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലൊന്നാകെ LDF ഭരിക്കുമെന്നുള്ളതാണ് പൊതുവെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. പക്ഷേ എറണാകുളത്ത് ഈ ഒരു 1 അല്ലെങ്കിൽ 0 മുതൽ 1 സീറ്റിൽ മാത്രം LDF ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് UDFന് അനുകൂലമായ തരംഗമായി. അതായത് എറണാകുളം ജില്ല കൃത്യമായ വ്യക്തമായ UDFന് അനുകൂലമായ തരംഗമാണോ എന്നുള്ള ഒരു ട്രെൻഡ് നിശ്ചയിക്കുന്ന ഒരു ജില്ല കൂടിയാണ്. ഏറ്റവും അധികം സീറ്റുകൾ എറണാകുളം ജില്ലയിൽ UDF പ്രതീക്ഷിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കളം നിറഞ്ഞുള്ള വലിയ രീതിയിലുള്ള ആരവങ്ങളോട് കൂടിയ വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഇവിടെ എറണാകുളത്തുണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നും മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് യുദ്ധത്തിൽ LDFനെതിരെയും BJPക്കെതിരെയും ആഞ്ഞടിക്കുന്ന സ്ഥിതിവിശേഷം കണ്ടു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോട്ടയത്തും ഇടുക്കിയിലുമായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ ചാണ്ടി ഉമ്മൻ ഇന്ന് മുഹമ്മദ് ഷിയാസിന്റെ കൊച്ചി മണ്ഡലത്തിലേക്ക് എത്തുന്നു. അങ്ങനെ നേതാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മണ്ഡലത്തിൽ എത്തിക്കൊണ്ട് കളം നിറയുന്ന ഒരു കാഴ്ചയാണ്. ഇന്നലെ ഷാഫി പറമ്പിൽ വിവിധ മണ്ഡലങ്ങളിലെത്തി പ്രചരണം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ കൊച്ചിയിൽ ചെറിയൊരു ചാറ്റുമഴയൊക്കെ പെയ്യുന്നുണ്ട്. എങ്കിൽ പോലും വലിയ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ഈ ചാറ്റുമഴ ഒരു വലിയ പ്രതീക്ഷയും അല്ലെങ്കിൽ വലിയ രീതിയിൽ ആശ്വാസമാണ് സ്ഥാനാർത്ഥികൾക്കുള്ളത്. വലിയ കൊടും ചൂടിന് നടുവിൽ നിന്നുകൊണ്ട് അതിനും വലിയ ചൂടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ സൈഫ് പറഞ്ഞത് തന്നെ ഡീൽ ആരോപണം തുടങ്ങിയ ഒരു കാര്യങ്ങൾ അത് പിന്നീട് ഇപ്പോൾ ശബരിമല എത്തിയിരിക്കുന്നു. അതുകൂടാതെ വയനാട് പുനരധിവാസ പാക്കേജുമായി എത്തിയിരിക്കുന്നു. ഇപ്പോൾ കൊച്ചിയെ സംബന്ധിച്ചതിൽ നമുക്ക് എറണാകുളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2020യുടെ ഒരു 2020 ഏറ്റവും നിർണായകമാകുന്ന അല്ലെങ്കിൽ 2020 NDAയിലേക്ക് പ്രവേശിച്ച ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ 3-4 മണ്ഡലങ്ങളിൽ ഈ ഒരു NDA 2020 ഉൾപ്പെടുന്ന NDAയുടെ ഒരു ഫാക്ട് ഏറെ നിർണായകമാണ്. അത് LDFന്റെയും UDFന്റെയും ജയ പരാജയങ്ങളിലൊക്കെ ഏറെ സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്നലെ കുന്നത്തുനാടിൽ 5000 കോടി രൂപയുടെ പാക്കേജാണ് സാബുവും ജേക്കബ് ഇന്നലെ കുന്നത്തുനാട് മണ്ഡലത്തിൽ മാത്രമായി പ്രഖ്യാപിച്ചത്. അങ്ങനെ വലിയൊരു പോരാട്ടത്തിൽ എറണാകുളം ജില്ലയിൽ മുന്നോട്ട് പോകുന്നു. മധ്യകേരളം ഒന്നാകെ മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ ഇന്നും ജില്ലയിൽ ഉണ്ട്. ജിൽസി, എന്തായാലും വലിയ ഉത്സവ ലഹരിയിൽ തന്നെയാണ് വലിയ ഉത്സവ ലഹരിയിൽ തന്നെയാണ് മധ്യകേരളത്തിലും. അവസാനം പ്രചാരണം ഇങ്ങനെ കൊട്ടിക്കയറി നാളെ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുമ്പോൾ ആവേശത്തിന് തെല്ലും കുറവില്ല.